ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 123@#. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസായിട്ട് ഒന്ന് ആഡ് ചെയ്ത് അപ്പം വീട്ടുകൂടലിൻ്റെ അന്ന് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് രാത്രി കഴിഞ്ഞല്ലോ പരിപാടി. അപ്പം ഞങ്ങൾ കഴിഞ്ഞ് വീട്ടുകൂടലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ച ഫ്രണ്ട്സുകളെല്ലാം കൂടി എല്ലാവരും ഒന്നുമില്ല, എത്തിപ്പെടാൻ പറ്റുന്ന കുറച്ച് ഇപ്പം നാട്ടിലുള്ള നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം കേട്ടോ. അപ്പം ഞങ്ങളൊരു ഗെറ്റ് ടുഗദറായിട്ട് പരിപാടി വെച്ചതാണ്. അപ്പം ഓരോരുത്തരായിട്ട് വന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹോസ്റ്റലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വീടൊക്കെ കണ്ട് ലാസ്റ്റ് കിച്ചണിലേക്ക് എത്തിയപ്പം പിന്നെ ഉള്ള സ്റ്റോർ റൂമിലുള്ള ഒരുവിധം സ്നാക്സൊക്കെ ഞങ്ങൾ എടുത്ത് കഴിച്ചിട്ടോ. അപ്പം അതിൽ കുറച്ച് വീഡിയോസൊക്കെ എല്ലാം ഒന്നും നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇവർ ചീത്ത പറയും. കാരണം എല്ലാവരും മുഖവും തട്ടടാണ്ടും അല്ലാതും ഒക്കെ ആയിരിക്കും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ തട്ടട്ടോളിട്ടോ, വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പേടിയുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം എല്ലാ വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടിയാൽ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിച്ചാലാകുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ലൈസൻസും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒരു തിരിച്ചെന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നതിന്, കാരണം ഓപ്പണായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്യാമറയും കൊണ്ടിങ്ങനെ നടക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ ടൈമിലൊന്നും എടുത്തില്ല, കുറച്ച് രസകരമായ ഞങ്ങളെ കുറച്ച് ക്ലിപ്സൊക്കെ കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി, വോയിസ് കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ കൊടുക്കാം. പൂളിലോ ഞാൻ നല്ലോണം കള്ളുടിച്ചല്ല പരിചയം. ഇതെന്തെങ്കിലും തടിക്കായിട്ട് അല്ലെങ്കിൽ തിന്നലെ ശ്രദ്ധിക്കാനുള്ള ഡയറ്റുണ്ടോ? അത് തിന്നായിട്ടൊന്നുമില്ല.
പിന്നെ നമ്മൾ പൂളിലിറങ്ങാൻ പോവാട്ടോ. മക്കളൊക്കെ എപ്പോഴോ പടട്ടുന്നുണ്ട് പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട്. മക്കളും വെള്ളമാണല്ലോ. പിന്നെ മക്കളെന്തായാലും നോക്കിക്കണം, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നല്ല ആയുണ്ട്, അതുകൊണ്ട് മക്കളെ നോക്കി നിൽക്കണം. അപ്പം വിചാരിച്ച് ഞമ്മക്കും ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങാട്ടോ. ഈ വീഡിയോസൊക്കെ പോലെ കണ്ടാൽ എനിക്ക് പൊളിച്ച ചീത്ത കേൾക്കും. അതുകൊണ്ട് ഞാൻ ധൈര്യം സംഭരിച്ചും കണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോസ്. പിന്നെ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ലല്ലോ, ആ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് ഇടുകയാണ്. എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അവളോട് നല്ലോണം ചീത്ത കേൾക്കും. രണ്ടും കൽപ്പിച്ചാട്ട് വിടുക കേട്ടോ. പിന്നെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നല്ല വിശപ്പുണ്ടായി. കുറേ നേരം പൂളിൽ 2 മണിക്കൂറോളം എല്ലാവരും കയ്യും കാലൊക്കെ പൊതിർന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു നേരം ഞങ്ങൾ പൂളിൽ കളിച്ച്. മക്കൾ കയറുന്നില്ല, മക്കളെ ഒറ്റയ്ക്ക് വെള്ളത്തിലിട്ടേക്കാനും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ലോണം വിശക്കുന്നുണ്ടായിനി. പിന്നെ വേഗം എല്ലാവരും ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പം ടൈം 3 മണി എങ്ങാനും ആയിട്ടുണ്ട്. പാത്രമല്ലേ ഞാൻ വയ്ക്കാൻ പോകും. അതിൻ്റെ അടുത്ത് കൂടെ പിന്നെയും വരും. ഞാൻ ക്യാമറ എടുക്കാൻ പോയപ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളലും പാത്രം കൈകളും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി കസ്റ്റാർഡും പുഡിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ പോവാൻ എല്ലാവർക്കും ടൈം ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് സെൽഫി എടുത്തെന്നല്ലാതെ പുറത്തുനിന്നൊരു ഫോട്ടോ എടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ. കാരണം ഇവിടെ സാറ്റർഡേയും സൺഡേ ഒക്കെ എത്രയോ കൂട്ടർ ഈ കല്യാണ വീഡിയോസില്ലേ, അത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും ഇന്ന് ഞങ്ങൾ ആ പോയ ദിവസം തന്നെ 8 or 9 ടീമെങ്ങാനും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാരുണ്ട്. വൈകുന്നേരമായി. ഞങ്ങളൊക്കെ ഏകദേശം പോകാൻ നിൽക്കുക. ഇപ്പോഴും 2 or 3 കൂട്ടരുണ്ട് കേട്ടോ. ബാക്കിലും മുമ്പിലൊക്കെ ഫോട്ടോസ് ഞങ്ങൾ പോലെ ഒന്നും നോക്കി നിന്നില്ല. ഒരു ക്യാമറമാനെ കിട്ടിയപ്പോൾ അയാളെ കൊണ്ട് കുറച്ച് ഫോട്ടോസും എടുപ്പിച്ച് പിന്നെ ഞങ്ങളതായ രീതിയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. കാരണം നമുക്ക് എന്നേക്കും ഓർക്കാൻ ഇതൊക്കെ അല്ലേ ഉണ്ടാവും. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം പോവാൻ നിൽക്കുക കേട്ടോ. ഇനി ഉള്ളിലേക്ക് കയറില്ല. ഇനി ഞങ്ങൾ നേരെ ഓരോരുത്തരായിട്ട് അങ്ങ് പോവുക. കാരണം കുറേ ദൂരമുള്ളവരൊക്കെ ഉണ്ട്. മലപ്പുറമൊക്കെ എത്തേണ്ടി പോലുണ്ട് കേട്ടോ. ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല, പക്ഷേ ഫോട്ടോ എടുക്കുന്നതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്യാമറാമാൻ എടുക്കുന്ന ഫോട്ടോസ് ഇനി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോസ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോസ് എടുത്ത് തന്നാ കേട്ടോ. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നെ തെറി പറയും. ഞാൻ ആ തെറിയൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ അടുത്തതായി പുതിയ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് വരും വരെ ടാറ്റാ, ബൈ ബൈ. വീഡിയോ ആയിട്ട് വരും.
പോണില്ല